എനിക്ക് നൽകി തന്നിരിക്കുന്ന വചനം ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിന്റെ ആരംഭ ഭാഗം. യെശയ്യാവ് 57-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിന്റെ ആരംഭ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. മനസ്സിലായോ? ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഇത് ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലിപ്സ്. ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലിപ്സ്. നിങ്ങളുടെ അധരത്തിൽ നിന്ന് വരുന്നതിനെ ഞാൻ സൃഷ്ടിക്കുമെന്ന്. മനസ്സിലായോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ അധരഫലം ദൈവം സൃഷ്ടിക്കുമെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ദൈവവചനം പറയുന്നു നിങ്ങളുടെ അധര ഫലം സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ എന്തുവാ അതിന്റെ സിമ്പിളായ അർത്ഥം? നമ്മുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ എന്ത് ചെയ്യും? ചില പ്രവൃത്തി ചെയ്യും, ഇല്ലേ? അപ്പം നമ്മുടെ വായിക്ക് ശക്തി ഉണ്ടോ? ഉണ്ട്. ഉണ്ടെന്നുള്ളവരൊന്നൊക്കെ ഒന്ന് കൈവയ്ക്കുക. എന്റെ അധരത്തിന് ശക്തി ഉണ്ട്. ശക്തി ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകപരമായി നോക്കിയാലും ചിലർ പറയും വായെടുത്തൊന്നും പറയില്ല. ചിലർ പറയും കരുനാക്ക് വിളച്ചൊന്നും പറയില്ലേ, നടക്കുന്നു. ചിലരുടെ വിചാര കരുനാക്കുള്ളവർ പറഞ്ഞാൽ നടക്കും. കരുനാക്കുള്ളവരല്ല, നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമ്മൾ പറയുന്നത് ചിലതൊക്കെ നടക്കും. അതുകൊണ്ട് വെറുതെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമല്ല നാവ്. മനസ്സിലായോ? നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്തെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾ കുടുംബ പ്രശ്നങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ദാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടവർ കാണും, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കാണാം, അല്ലെങ്കിൽ തലമുറയോർത്ത് കരയുന്നവർ കാണാം. ഇതൊക്കെ ദൈവത്തിന് അറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് എല്ലാവർക്കും ക്ലബ് ചെയ്ത് കർത്താവ് എനിക്ക് തന്ന ആലോചന ഇതാണ്: നിന്റെ നാവിനെ സൂക്ഷിക്കുക. മനസ്സിലായോ? അത് എന്തുകൊണ്ട്? മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, ഉപവാസ പ്രാർത്ഥന ഇരിക്കും. നിങ്ങൾ ഒത്തിരി ലിസ്റ്റുമായിട്ട് ഇന്ന് ദൈവസന്നിധി ഇരിക്കുന്നു. അപ്പ എന്റെ ജോലി, എന്റെ പഠിത്തം, അല്ലെങ്കിൽ എന്റെ ഭാവി, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കടം, ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വിഷയങ്ങൾ. എന്നാൽ കർത്താവ് ചോദിക്കുന്നത്, ഇതൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കിന് ഭയങ്കര ശക്തി ഉണ്ടെന്ന്. മനസ്സിലായോ? അതെവിടെയാണെന്ന് കുറച്ചും കൂടെ ഞാനൊന്ന് ഒരു വചനം പറയാം. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വചനമാ. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതായത് സദൃശ്യവാക്യങ്ങൾ 18-21 എന്തോ എഴുതിയിരിക്കുന്നത്? മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഇംഗ്ലീഷിൽ എനിക്ക് ആ വാക്യം കുറച്ചും കൂടെ ഇഷ്ടമാണ്. Your tongue has the power of life and death. Those who love to talk will eat the fruits of their words. Those who love to talk. ഇത് ആരോടാ സംസാരിക്കുന്ന? സ്ത്രീകളോടാ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സംസാരിക്കാനല്ലേ. സൈക്കോളജി ഇങ്ങനെ ഒരു കാര്യം പറയുന്നു: ഒരു സ്ത്രീ ഒരു ദിവസം കുറഞ്ഞെന്ന് 30,000 വാക്കുകൾ ഉപയോഗിക്കുന്ന, പുരുഷന്മാർ 7,000 വാക്കുകൾ. ചിരിക്കുന്നു, എല്ലാരും ചിരിക്കുക. ഞാൻ സംസാരിക്കുന്ന ആളാട്ടോ, ഞാൻ ഭയങ്കര ടോക്കറ്റീവാ. പക്ഷെ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ, മിനിമൽ ടോക്കിങ്, ചോദിക്കുന്നതിന് മാത്രമേ ഉത്തരം പറയൂ. ഇന്ന് ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്റെ ഭർത്താവ് പറയും പ്ലസ് അനുഗ്രഹമായിരുന്നു, കഴിഞ്ഞു. പക്ഷെ എന്നോട് നിങ്ങൾ ചോദിച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു ആരാധന? അയ്യോ, അത് ചെന്നപ്പോ ഉണ്ടല്ലോ 2 പാട്ട് പാടി, അത് കഴിഞ്ഞ് പാസ്റ്റർ ഇന്ന പ്രസംഗിച്ച, ഇങ്ങനെ അങ്ങോട്ട് പറയും, അല്ലെ? വിശദീകരിച്ച് അങ്ങോട്ട് പറയും. നമ്മൾ ഒത്തിരി സംസാരിക്കുന്നവരാ, അല്ലെ? ഇല്ലേ? അതുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതൽ നേരവും പ്രാർത്ഥിക്കുന്നത്, പുരുഷന്മാർ കുറച്ചു നേരവും പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന എത്ര നേരം? കർത്താവിനോട് പരാതി എല്ലാം പറയും. കർത്താവ് എന്നോട് അങ്ങനെ പറഞ്ഞു, എന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞു, എന്റെ അമ്മായിയും എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ നാത്തു നിന്ന് വന്നപ്പോ നോക്കിയ നോട്ടം പോലെ ശരിയല്ല. നമ്മളിതെല്ലാം കർത്താവിനോട് പറയും. കർത്താവിന് ഇതൊക്കെ അറിയാം. കർത്താവിന് ഇഷ്ടമാണ് നമ്മുടെ സംസാരം കേൾക്കും, കേട്ടോ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ അളവൊന്നും കുറയ്ക്കരുത്. പരാതികളൊക്കെ കർത്താവിന്റെ അടുക്ക പറയണം, മനുഷ്യരോട് പറയരുത്. പക്ഷേ ഈ പറയുമ്പോ തന്നെ നമ്മൾ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. സ്ത്രീകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയ കേട്ടോ പറയുന്നത്, അല്ല നിങ്ങൾ ഇതൊന്നുമല്ല, എന്നെ കൂടെ ഉൾപ്പെടുത്തി നമ്മളാകുന്ന സമൂഹം പറയുന്ന ഒരു കാര്യം. നമ്മൾ പരാതി പറയും, വേദന പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ പറയും, എന്റെ സിസ്റ്ററെ എനിക്ക് അറിയത്തില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു മറുപടിയും കിട്ടും, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലെന്നോ, എന്റെ ദൈവം എന്നെ കൈവിട്ടെന്നോ, എനിക്ക് ആരുമില്ല. ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ ദൈവം എന്നെ കൈവിട്ടു, എന്റെ വിഷയമൊന്നും കർത്താവ് കേൾക്കുന്നില്ലെന്നാണ് വിചാരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? പ്രാർത്ഥിക്കാൻ. എന്തിനാ ചർച്ചിൽ പോയ? ഉപവസിക്കാൻ.
ഉപവസിക്കുകയാണോ? അതെ ഉപവസിക്കുക. പ്രാർത്ഥിക്കുകയാണോ? പ്രാർത്ഥിക്കുക. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? 5-6 മണിക്കൂർ പ്രാർത്ഥിച്ചു. പക്ഷെ ലാസ്റ്റ് എന്താ പറയുന്നതെന്ന് അറിയോ? ഉപവാസ പ്രാർത്ഥന ഇങ്ങോട്ട് ഇറങ്ങത്തില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഉപവാസ പ്രാർത്ഥന? അയ്യോ ഭയങ്കര അനുഗ്രഹമായിരുന്നു സിസ്റ്ററെ, ഭയങ്കര അനുഗ്രഹമായിരുന്നു. എന്ത് കിടന്നു? ഓ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. ഇവരുടെ സിസ്റ്ററിനോ? ഓ എന്നാ പറയാനാ സിസ്റ്ററെ, ഞാൻ 21 ഇരുന്നു, ഒരു പ്രയോജനവും ഇല്ല. എനിക്കിത് അറിയത്തില്ല എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടോ. എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. പറയുവാണേ, എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. ഓ എനിക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. ഓ എന്റെ കടം മാറുമെന്നൊന്നും എനിക്ക് പറയാം. എനിക്ക് ചില പറഞ്ഞേ ഈ രോഗം എന്നെയും കൊണ്ടേ, ഈ വലിവ് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ കേട്ടിട്ടുള്ളൂ, ഈ വലിവ് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. എന്റെ കൊച്ചോ, ഓ അവൻ പഠിക്കാൻ മാട്ടണേ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല അവനിൽ. മനസ്സിലാക്കണം നമ്മൾ എവിടെ ഇരിക്കുന്നെന്നറിയാമോ? ദൈവസന്നിധി. നമ്മൾ എന്ത് കഴിഞ്ഞിട്ട് ഇറങ്ങിയത്? ദൈവത്തോട് സംസാരിച്ചിട്ട് ഇറങ്ങിയത്. ഇത്രയും ദിവസം ഡെഡിക്കേറ്റ് ചെയ്ത് ടൈം ഇരിക്കുക ഫാസ്റ്റിങ്ങിന്. വേറെ ഇപ്പൊ ഈ നിമിഷം കൊണ്ട് ഞാൻ ആന്റിമാരോട് ചോദിക്കാം, ആന്റിമാരെ ഇത്ര നേരം സൂമിൽ നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ പറയും, എന്റെ മോളെ അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട്, ഇഷ്ടം പോലെ പണി കിടക്കുക, ജോലിയും കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാ ആന്റി ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ മോളെ എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടിക്കുക. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ വാക്ക്, ഇത്രയും സമയം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ദൈവസന്നിധി ഇരുന്നിട്ട് ദൈവവചനമൊക്കെ കേട്ടു, ഇപ്പൊ എന്റെ മെസ്സേജ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എഴുതിട്ട് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കെന്നാ? അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എഴുന്നേക്കും. ചിലപ്പോൾ പറയും, ഓ ഞാൻ ഉദ്ദേശിച്ച പോലെ വചനമൊന്നും എനിക്ക് കിട്ടിയില്ല, എനിക്ക് ദൂതൊന്നും കിട്ടിയില്ലെന്ന് ചിലപ്പോൾ പറയാം. പക്ഷേ ഫാസ്റ്റിംഗ് കഴിഞ്ഞുള്ള നിങ്ങളുടെ വാക്ക് എന്താന്ന് എന്റെ ചോദ്യം. ഇതിനകത്ത് എത്ര പേര് ഇന്ന് പറഞ്ഞ് ഈ ഫാസ്റ്റിംഗിൽ ഇരിക്കുന്നത്, ഇന്ന് എന്റെ മറുപടിയുടെ ദിവസം, ഞാനത് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഈ ഫാസ്റ്റിംഗിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് ഈ ഫാസ്റ്റിംഗ് തുടങ്ങി എത്ര പേരുണ്ട്? അതോ എല്ലാ വർഷത്തെയും പോലെ ഞാനും ഫാസ്റ്റിംഗ് ഇരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് ഞാനെങ്കിൽ ഇരിക്കും, അങ്ങനെയാണോ? അങ്ങനെ ഇരുന്നിട്ട് പ്രയോജനമില്ല. പകരം ഇവിടെ ഞാൻ പറയുന്നു, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം തിന്നുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ, ഏതിൽ? പോസിറ്റീവായത് പറയാൻ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം തിന്നും, അനുഭവിക്കും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? വചനത്തിൽ നിന്ന് ഞാൻ പറയുക. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ നീ ബന്ധപ്പെടരുത്. വായിച്ചിട്ടുണ്ടോ അത്? ഇല്ലെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. അതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്കണം. നാവിനെ കുറിച്ച് ഇന്ന് പറയാൻ കാരണം അതാ. ഓക്കെ, നിങ്ങളുടെ വിടുതലിന് ഒരിക്കലും നിങ്ങൾ തടസ്സമായി നിൽക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുക, സഭാപ്രസംഗി 5-ന്റെ 2-ാം വാക്യം ഞാൻ വായിക്കാം. സഭാപ്രസംഗി 5-ന്റെ 2. അതിവേഗത്തിൽ ഒന്നും പറയരുത്, ദൈവസന്നിധിയിൽ ഒരു വാക്ക്, ആ വാക്ക് കേൾക്കണം, ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ടും സ്വപ്ന പെരുപ്പം കൊണ്ടും ഭോഷന്റെ ജൽപ്പനം ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, മൂടന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കാം, നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നല്ല. എന്നിട്ട് പറയുക, നിന്റെ വാ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നു പോയെന്ന് ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം, ആ വാക്കൊന്ന് അടയാളപ്പെടുത്തണേ, ശരിക്കും അടയാളപ്പെടുത്തണ ദൈവമക്കള്. ദൈവം നിന്റെ വാക്ക് നിമിത്തം, നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? മനസ്സിലായോ? സ്വപ്ന ബഹുത്വത്തിലും വാക്കുപെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട്, നീയോ ദൈവത്തെ ഭയപ്പെടുക. ഇതിന് എന്ത് മനസ്സിലായി? ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ വാക്കുണ്ട്, വാക്ക്, നാവ്. കേട്ടോ? അപ്പൊ നാവിന് ശക്തി ഉണ്ടോ ദൈവമക്കളെ? ഉണ്ട്. ഇവിടെ പറയുക, ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ ബന്ധപ്പെടരുത്. അതായത് രണ്ടുപേർ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് വന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കും. ഇപ്പൊ നിങ്ങൾ സിസ്റ്റർ സൂം ഓൺ ആക്കിയപ്പോ തന്നെ, ഒരാളും കൂടെ ജോയിൻ ചെയ്തപ്പോ തന്നെ ദൈവസാന്നിധ്യം ഇവിടെ ഇറങ്ങി. ഞാൻ ഇരിക്കുന്ന ഈ മുറിയിലുണ്ട് ദൈവസാന്നിധ്യം, നിങ്ങളായിരിക്കുന്നിടത്തുണ്ട് ദൈവസാന്നിധ്യം. മനസ്സിലായോ? ആ ദൈവം ഇരിക്കുമ്പോൾ പിന്നെ പറയുന്ന ഓരോ വാക്കും ആര് കേൾക്കുക? ദൈവം കേൾക്കുക. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ദൈവസന്നിധി ഇരുന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുക, നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞാൻ സൂമില്ല. പക്ഷെ ഇപ്പൊ എന്റെ വീട്ടിൽ ആൾക്കാരുണ്ട്, ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അല്ലെ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ, ഓ ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച്, എന്റെ ഭാവിയെ കുറിച്ചോ ഒരു വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന വാക്ക് എന്റെ കർത്താവ് കേൾക്കുക. അതുകൊണ്ട് പറഞ്ഞ ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ ബന്ധപ്പെടരുത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയും. അതിൽ ആദ്യത്തെ കാര്യം, ഞാൻ നിങ്ങൾ ഉപവാസത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കുറവ് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന നിങ്ങളോട് പറയുക. നിങ്ങൾ ചോദിച്ചില്ലേ സിസ്റ്ററെ, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, പക്ഷെ എനിക്ക് മറുപടി കിട്ടുന്നില്ല.
ഒരു ചലനം പോലും കാണുന്നില്ല. അതിന്റെ പൂർണ്ണ കാര്യം പരിശുദ്ധാത്മാവിനോട് പലരും, നിങ്ങൾ ഒത്തിരി ഉപവാസ പ്രാർത്ഥനകൾ പങ്കെടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ഒത്തിരി മെസ്സേജ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ പല പ്രവാചകന്മാരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക, സിസ്റ്റർ എന്തുകൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ പാസ്റ്റർ എന്തുകൊണ്ട് എന്റെ ഈ വിഷയത്തിന് മറുപടി ഇല്ലാത്ത, പാസ്റ്റർ ഒരു ചലനം കാണുന്നില്ല പാസ്റ്റർ. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നത്, അങ്ങനെ ചോദിച്ച ചിലരോട് കർത്താവ് പറയാ, ഹിഡൻ ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു പ്രോബ്ലത്തിനകത്ത് നിങ്ങൾ വെട്ടുകിടക്കാതെ. എന്താന്ന് ഞാൻ അങ്ങോട്ട് പറയാം. പരിശുദ്ധാത്മാ പറയുക കേട്ടോ, നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിനെ നിങ്ങളൊന്നും പുറകോട്ട് ചിന്തിക്കണം. ഇത് എന്ന് തുടങ്ങിയെന്ന് ചിന്തിക്കണം. ആ പ്രശ്നം ചിന്തിക്കുമ്പോൾ ആ സാഹചര്യത്തെ കുറിച്ച് പരിശുദ്ധാത്മാ പറയുക. ഇവിടെ പറയുന്നു, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. നേർന്നാൽ എന്ത് ചെയ്യണം? നിവർത്തിക്കണം. പരിശുദ്ധാത്മാവ് ആദ്യം എന്നോട് ദൂത് പറയാൻ പറയുന്നു, ഇവിടെ ചിലർ വർഷങ്ങൾക്ക് മുമ്പ് തലമുറകളെ നോക്കി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കർത്താവിനെ അറിഞ്ഞു വന്നപ്പോൾ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു പലതും ദൈവത്തോട്. കർത്താവേ, ഈ വിഷയത്തിൽ നിന്ന് വിടുതൽ തന്നാൽ ഞാൻ ഇന്നത് കർത്താവിന് വേണ്ടി ചെയ്തോളാം. കർത്താവേ, എനിക്ക് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ തന്നാൽ ഞാൻ ഇനി ഫാക്ട് കൊടുത്തോളാം. കർത്താപ്പച്ചാ, ഈ വിഷയത്തിൽ എനിക്ക് മറുപടി തന്നാൽ എന്റെ തലമുറയെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തോളാം. കുഞ്ഞുങ്ങൾക്ക് വിഷയം പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തോളാം. പിന്നെ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ ജോലി തന്നാൽ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ചർച്ചിൽ പൊക്കോളാം. കർത്താവേ, എനിക്ക് ജോലി തന്നാൽ ഞാൻ അതിന്റെ ദശാംശം കർത്താവിന് വേണ്ടി കൊടുത്തോളാം. കർത്താവേ, എനിക്ക് ലീവ് തന്നാൽ ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്നോളാം. ക്വസ്റ്റ്യൻ ഇതാണേ, ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയോ? സ്വപ്ന ബഹുത്വം കൊണ്ടും കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ടും പറഞ്ഞതാ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പലരും അത് നിവർത്തിച്ചിട്ടില്ലെന്ന്. നിങ്ങളുടെ ലൈഫ് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ അവരവരുടെ ലൈഫ് നോക്കണം. വർഷങ്ങൾക്ക് മുമ്പ് പല കാര്യങ്ങളെ നോക്കി എടുത്ത തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ പെൻഡിങ് കിടക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ആ പെൻഡിങ് ചെയ്ത് തീർത്താൽ നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് അടുത്ത സ്റ്റെപ്പ് എടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പഞ്ചായത്തിലൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടോ? കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലൊക്കെ പോയിട്ട് ലീവ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ വീടിന്റെ കാര്യത്തിനായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ ആൾക്കാർ പറയും, സിസ്റ്ററെ, ഇത്ര വർഷമായിട്ട് വീടിന്റെ കരവടച്ചിട്ടില്ല കേട്ടോ, കരവടച്ച് മൊത്തമായിട്ട് അപ്പൊ ഞങ്ങൾ കാര്യം തീർപ്പാക്കാന്ന് പറയും. ആണോ? അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലേ? അതെ, ഇത്ര നാളത്തെ കുടിശ്ശിക കിടപ്പുണ്ട്, ആ കുടിശ്ശിക അടച്ചിട്ട് വാ, ബാക്കി ചെയ്യാം. ബാങ്കിൽ പോയാലും പറയും. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, ഈ ഭൂമിയിലെ പലർക്കും കുടിശ്ശിക അടയ്ക്കാതെ അവർ നിങ്ങളുടെ കാര്യത്തിന് തീർപ്പുണ്ടാക്കുന്നില്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ലാഘവത്തോടെ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ?